ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ കഴിക്കാൻ പറ്റിയ ഹൈ പ്രോട്ടീൻ കോഴിമുട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇതൊരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാനിപ്പോഴാണ് അത് ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള അത്ര കോഴിമുട്ട ഒന്ന് പകുതി വേവിച്ചെടുക്കണം. പകുതി വേവിക്കാനായിട്ട് ഏകദേശം കറക്റ്റ് 5 മിനിറ്റ് സമയം മാത്രം ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇനി അതല്ല ഫുള്ളായിട്ട് വേവിക്കണമെങ്കിൽ 10 മിനിറ്റോളം നമുക്ക് എഗ്ഗ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ തൊണ്ട് എളുപ്പത്തിൽ അതിൽ നിന്ന് അടർന്നു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് യോഗട്ട് ഇട്ട് കൊടുക്കാം. എത്ര വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. യോഗട്ടിൽ അധികം ഉപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, അവരുടെ വയർ ഫില്ലായ പോലെ തോന്നും. പിന്നെ ഒരു നല്ലൊരു ഹെൽത്തി ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ അതേ നമ്മുടെ യോഗട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗില്ലേ, അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നമ്മളിത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നിരത്തി വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തതാണ്, വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതിൽ ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഓയിലില്ല ബട്ടർ മാത്രം മതിയെന്ന് വെച്ചാൽ ബട്ടർ മാത്രം ചേർക്കാം. ഇനി അതല്ല ബട്ടറില്ല ഓയിൽ മാത്രം ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം നമുക്ക് ഉപയോഗിക്കാം. ബട്ടറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം ആ രീതിയിൽ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചും നമ്മൾ ഉണ്ടാക്കണമെന്ന് മാത്രം. ഇനി അതിലേക്കൊരു 5-8 അല്ലി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചോ അല്ലെങ്കിൽ മുഴുവനോടെയോ അതും അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ, അതുവരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കരിയരുത് കേട്ടോ. ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയോ അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചതില്ലേ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം എന്ത് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തണം. അത് എരിവ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗാർണിഷിങ്ങിനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം വളരെ ലോയിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി കരിയെന്നുള്ള പേടി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആ ചൂടിലിരുന്ന് ഓയിലിരുന്ന് അത് നന്നായി മൊരിഞ്ഞു വന്നോളും. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച യോഗട്ടിൻ്റെ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായി ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതെല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ എഗ്ഗ് ഒന്ന് കട്ട് ചെയ്ത് നോക്കണ്ട. ഇതേ ഒരു കത്തി എടുത്തിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് മുറിച്ച് നോക്കാം. മുറിക്കുമ്പോൾ ദേ കറക്റ്റ് ഉള്ളിൽ ഹാഫ് ബോയിൽഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണം. ഇനി നമ്മുടെ ഈ എഗ്ഗിൻ്റെ മഞ്ഞക്കരുവില്ലേ അത് നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 4 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും. അത് നമ്മുടെ മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ, എത്ര ടൈം വേണമെന്നുള്ളത്. അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിങ്ങനെ കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മുട്ടയുടെ ഉള്ളിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. ആ മിക്സ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് ടേസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ കഴിച്ചു നോക്കി ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എനിക്കൊരു ഓക്കെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഈ യോഗട്ട് ചേർക്കാതെ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്ത് എഗ്ഗിലിട്ട് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഈ യോഗട്ടിന് പകരം ഹോം മെയ്ഡ് മയണൈസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഗാർണിഷിങ് അതിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എഗ്ഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക്